ഹലോ ഗൈസ്, ഇന്നിപ്പോൾ ഒരു വാട്ടേറ്റിനിടെയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത് നമുക്ക് നോക്കാം. കാലത്ത് തന്നെ ഒരു ചായ, അത് കട്ടനായാലും അത് കിട്ടണം, ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം പോക്കാണ്. കാലത്ത് തന്നെ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് ഉമ്മർത്ത് ഇങ്ങനെ വന്നിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ശിവരാത്രി അല്ലേ. അപ്പോൾ ഉച്ചരിഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ അമ്മ സാമ്പാറും അവിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല, അപ്പോൾ ചോറ് ഇട്ട് കഴിക്കണേ. കൂടെ പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വീണ്ടും വിശന്നപ്പോൾ മൈസൂർ പാക്കും പിന്നെ എന്താ ജിലേബി മഞ്ഞയും ഓറഞ്ചും പല കളറായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ഇന്നലെ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയായിട്ടോ. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ഒരു ഉള്ളി വഴറ്റിയത് മറ്റേ സബോള വഴറ്റില്ലേ, അത് വെറുതെ ഉപ്പും മുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കും. കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഒരു അഡിക്റ്റ് ആയി ഞാൻ. പിന്നെ ഉച്ചതിരിഞ്ഞ് ചായ കുടിച്ചു കേട്ടോ. ചായയുടെ ഒപ്പം ഒരു കുഴപ്പമുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിച്ചു. പിന്നെ മണിച്ചിരത്താഴി ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. പിള്ളേരവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ചിന് ഞാൻ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അത് ഇതൊക്കെ കത്തിയെടുത്തിട്ട് കളിക്കണം. അപ്പോൾ അതിന് ചീത്ത പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ വലിയൊരു മലയുടെ മുകളിൽ ഒരു അമ്പലം, ശിവൻ്റെ അമ്പലം. അപ്പോൾ അവിടെ ശിവരാത്രിയോടനുബന്ധിച്ച് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ബജ്ജി കോളിഫ്ലവറും മുട്ട ബജ്ജിയൊക്കെ കുറച്ച് കഴിച്ചു. തിരിച്ച് പോരുമ്പോൾ ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റോള്. അത് കഴിച്ചു. ഞാൻ കഴിക്കണ അത് എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ രാത്രി കാലത്ത് തന്നെ സാമ്പാർ അവിയൽ പിന്നെ മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഓക്കെ, ബൈ.